ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മക്കളെ. സുഖാണോ നിങ്ങൾക്ക് എല്ലാവർക്കും? സുഖാണല്ലേ? നമുക്ക് ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം അല്ലേ? മക്കളെ എല്ലാവരും എഴുന്നേറ്റിരുന്നേ, കൈകൂട്ടിപ്പിടിച്ചേ. ശരി, നമുക്ക് തുടങ്ങാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങേ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങിൽ മാത്രം വിശ്വസിക്കുവാനും അങ്ങേ കൽപ്പനകൾ കൃത്യമായി പാലിക്കുവാനും അങ്ങനെ ഞങ്ങളുടെ ജീവിതം സമാധാനപൂർണമായി മുന്നോട്ട് പോകുവാനും ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ 6ാമത്തെ പാഠമാണ്. പാഠത്തിന്റെ പേരെന്താണ് മക്കളെ? ദാവീദ് രാജാവ്. എന്താണ്? ദാവീദ് രാജാവ്. ദാവീദ് രാജാവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് മക്കളെ പഠിച്ചത്? ഒന്ന് ഓർത്ത് നോക്കിയേ. എന്തൊക്കെയാണ്? പുറപ്പാട് സംഭവമായിരുന്നു അല്ലേ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചത്. എന്താണ് പുറപ്പാട് സംഭവം എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? എന്താണ്? ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ ആരാണ് രക്ഷിച്ചു കൊണ്ടുവരുന്നത്? മോശ. ആരുടെ സഹായത്തോടെ? കർത്താവായ ദൈവത്തിന്റെ സഹായത്തോടെ മോശ അവരെ രക്ഷിച്ചു കൊണ്ടുപോരുന്ന ആ യാത്രയാണ് എന്ത്? പുറപ്പാട് സംഭവം അല്ലേ? ഇതിൽ കുറെ അത്ഭുതങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ മോശയ്ക്ക് കാനാൻ ദേശത്ത് പ്രവേശിക്കാൻ സാധിച്ചോ? ഇല്ലല്ലേ. എന്തു പറ്റി? മോശ അതിനു മുമ്പ് മരണപ്പെടുകയാണ്. പക്ഷേ ദൈവം മോശയെ കാനാൻ ദേശം കാണിച്ചു കൊടുക്കുന്നുണ്ട്. എവിടെ വെച്ചിട്ട്? പിസ്ഗാമലയുടെ മുകളിൽ. ഏത് മല? പിസ്ഗാമലയുടെ മുകളിൽ കയറ്റി നിർത്തി മോശയോട് പറയുന്നുണ്ട്, കാനാൻ ദേശം കണ്ടുകൊള്ളുക. അങ്ങനെ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം മോശ കൺനിറയെ കാണുന്നുണ്ട്. എന്താണ് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം എന്ന് പറയുന്നത് മക്കളെ? സർവൈശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധവുമായ നാടാണെന്ത്? കാനാൻ ദേശം. അതാണ് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം എന്ന് പറയുന്നത്. അങ്ങനെ മോശ 120ാമത്തെ വയസ്സ് വരെ ജീവിച്ചു. അതിനുശേഷം മോശ മരണപ്പെടുകയാണ്. എന്നാൽ മോശ മരിക്കുന്നതിന് മുമ്പ് തന്റെ നേതൃസ്ഥാനം മോശ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ആർക്ക് കൊടുക്കുന്നുണ്ട്? ജോഷുവയ്ക്ക് കൊടുക്കുന്നുണ്ട്. നൂനിന്റെ പുത്രനാണ് ആര്? ജോഷുവയാണ് പിന്നീട് ഇസ്രായേൽ ജനത്തിനെ കാനാൻ ദേശത്ത് എത്തിക്കുന്നതും കാനാൻ ദേശം പിടിച്ചടക്കി അവരെ അവിടെ താമസിപ്പിക്കുന്നതും. ആരാണ്? ജോഷുവ. കാനാൻ ദേശത്ത് ഇസ്രായേൽ ജനത്തിനെ എത്തിക്കുന്നത് ആരാണ്? ജോഷുവയാണ്. ജോഷുവ കുറെ നാള് ഈ ഇസ്രായേൽ ജനത്തിനെ വളരെ ഭംഗിയായി തന്നെ സമാധാനത്തോടെ അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു. നല്ലൊരു നേതാവായിട്ട് ജോഷുവ ജീവിച്ചു. ജോഷുവ 110ാമത്തെ വയസ്സിൽ മരണമടയുകയാണ്. ജോഷുവയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തിന്റെ നേതൃത്വം കർത്താവ് ആർക്കാണ് കൊടുത്തത്? ന്യായാധിപന്മാർക്കാണ്. ആർക്കാണ്? ന്യായാധിപന്മാർക്ക്. ഇതൊരു ചോദ്യത്തിന്റെ ഉത്തരവാണ് കേട്ടോ. നിങ്ങളുടെ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരവാണ്. ജോഷുവയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തത് ആരാണ്? ന്യായാധിപന്മാർ. ന്യായാധിപന്മാരുടെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു? നീതിബോധമുള്ളവരായിരുന്നു. ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവരായിരുന്നു. പിന്നെ ദൈവിഷ്ടപ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരായിരുന്നു. ദൈവത്തിന് അനുസരണമുള്ളവരായിരുന്നു. ഈ ന്യായാധിപന്മാരിൽ പ്രമുഖരായ 5 പേരെ നമ്മുടെ ടെക്സ്റ്റിൽ കാണുന്നുണ്ട്. വളരെ പ്രമുഖരായ 5 പേരുണ്ടായിരുന്നു ന്യായാധിപന്മാർ. അവരാരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അടുത്ത ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ട്. ഇതാരൊക്കെയായിരുന്നു? നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതാരൊക്കെയായിരുന്നു മക്കളെ? ദെബോറ, ഗിദെയോൻ, ജെഫ്ത, സാംസൺ, സാമുവേൽ. ആരൊക്കെയായിരുന്നു? ദെബോറ, ഗിദെയോൻ, ജെഫ്ത, സാംസൺ, സാമുവേൽ. ഇങ്ങനെ 5 പേരായിരുന്നു ഈ ന്യായാധിപന്മാരിൽ പ്രമുഖർ. മോശയ്ക്കും ജോഷുവയ്ക്കും ന്യായാധിപന്മാരുടെയും പ്രത്യേകത എന്തായിരുന്നു? അവര് ദൈവത്തെ
അനുസരിച്ചവരായിരുന്നു. ദൈവ ഇഷ്ടപ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്തവരായിരുന്നു. അനുസരണമാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. നമ്മൾ ദൈവത്തിന് അനുസരണമുള്ളവരായിരിക്കുക. ദൈവം എന്താണോ പറയുന്നത് അത് അനുസരിക്കുക. അപ്പോഴാണ് ദൈവത്തിന് നമ്മളോട് ഇഷ്ടം തോന്നുള്ളൂ. നിങ്ങളുടെ മക്കൾ അത് തന്നെയാണ് ചെയ്യുന്നത്. മാതാപിതാക്കളും പറയുന്നതും അതുപോലെ ദൈവത്തിൻ്റെ കുറേ കൽപ്പനകളുണ്ട്, ഇതെല്ലാം അനുസരിക്കണം. അനുസരണമുള്ളവരായിരിക്കണം നമ്മൾ. അങ്ങനെ അനുസരണമുള്ളവരായിരുന്നു ആരെല്ലാം? മോശയും യോശുവയും ന്യായാധിപന്മാരും. ന്യായാധിപന്മാർക്ക് ശേഷമാണ് ആര് വരുന്നത്? രാജാക്കന്മാർ വരുന്നത്. ന്യായാധിപന്മാരിൽ അവസാനത്തെ ആളായിരുന്നു ആര്? സാമുവേൽ. ആരായിരുന്നു? സാമുവേൽ. സാമുവേലിന്റെ ഭരണസമയത്ത് ഒരുപാട് ശത്രുക്കള് ഇസ്രായേൽ ജനത്തിനെ ആക്രമിക്കാൻ വന്നു. കർത്താവായ ദൈവത്തിന്റെ സഹായത്തോടെ അവരെ എല്ലാവരും ഭയപ്പെടുത്തി ഓടിക്കാൻ സാമുവേലിന് സാധിച്ചു. എന്നാൽ ജനങ്ങൾക്ക് അതൃപ്തിയായിരുന്നു സാമുവേലിന്റെ കാലത്ത്. അവര് ചിന്തിച്ചത് എന്താണെന്നറിയോ? മറ്റു ശത്രു രാജ്യങ്ങൾക്കുള്ളതുപോലെ രാജാക്കന്മാർ തങ്ങൾക്കും വേണം, ഞങ്ങൾക്കും വേണം. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ശത്രുക്കളിൽ നിന്ന് ശരിയായൊരു സംരക്ഷണം കിട്ടുകയുള്ളൂ എന്ന് അവർ വെറുതെ ചിന്തിച്ചു. അവർ ശാഠ്യം പിടിച്ചു സാമുവേലിന്റെ അടുത്ത്, ഞങ്ങൾക്ക് വേറെ ഒരു രാജാവിനെ വേണം. ആദ്യമൊന്നും സാമുവേൽ മൈൻഡ് ചെയ്തില്ല. സാമുവേലിന് ഒരേ ഒരു രാജാവ് മതി എന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു. ആരാണ് ഇസ്രായേലത്തിന്റെ ഒരേ ഒരു രാജാവ്? കർത്താവായ ദൈവം അല്ലേ? ദൈവം എല്ലാം അവർക്ക് കൊടുക്കുന്നുണ്ട്. ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വെള്ളം കൊടുക്കുന്നുണ്ട്, എല്ലാ സുഖസൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു രാജാവ് എന്തിനാണ്? ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നുമുണ്ട് അല്ലേ? പിന്നെ വേറൊരു രാജാവ് എന്തിനാണ് എന്ന് സാമുവേല് സ്വാഭാവികമായും ചിന്തിച്ചു. എന്നാൽ ജനം വാശി പിടിക്കുകയാണ്. അങ്ങനെ വാശി പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സാമുവേല് ദൈവത്തിന്റെ അടുത്ത് ചെന്ന് ഇവരുടെ കാര്യങ്ങൾ പറയാൻ നിർബന്ധിതനാവുകയാണ്. അപ്പോൾ നിങ്ങളും വാശി പിടിക്കുക അല്ലെ? വീട്ടില് ചെറിയ ചെറിയ എന്തെല്ലാം മാതാപിതാക്കൾ തന്നാലും നിങ്ങൾ ആവശ്യമില്ലാണ്ട് പിന്നെയും പിന്നെയും ഓരോ സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാറുണ്ട് അല്ലേ? നല്ല സ്വഭാവമാണോ? നല്ല സ്വഭാവമാണോ മക്കളെ? അല്ല. നമ്മുടെ മാതാപിതാക്കന്മാർക്ക് അറിയാം നമുക്ക് എന്തൊക്കെ വേണം, എന്തൊക്കെ ആവശ്യമുണ്ട്, എന്തൊക്കെ ആവശ്യമില്ലെന്ന് അറിയാം. അവർ അറിഞ്ഞതുകൊണ്ട് തന്നെ അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചൊക്കെ നമുക്ക് എല്ലാം തരും. എന്നാലും നമ്മൾ എന്ത് ചെയ്യും? വാശി പിടിക്കും. നല്ല സ്വഭാവമാണോ അത്? അല്ല. അങ്ങനെ നിങ്ങളുടെ പോലെ തന്നെയാട്ടോ ഇസ്രായേൽ ജനം. അവരും വാശി പിടിച്ചു. എന്തെന്നും പറഞ്ഞ് അവർക്കൊരു രാജാവിനെ വേണമെന്നും പറഞ്ഞ് അവര് വാശി പിടിക്കുകയാണ്. അവസാനം സാമുവേല് ദൈവത്തിന്റെ അടുത്തെത്തി കാര്യം പറയുകയാണ്. അവര് ഒരു രാജാവിനെ ആവശ്യപ്പെടുന്നു. ഇത് കേട്ടപ്പോ ദൈവത്തിന് സങ്കടമായിരിക്കോ സന്തോഷമായിരിക്കോ തോന്നിയത്? തീർച്ചയായും സങ്കടം തന്നെയാണ് തോന്നിയത്. കാരണം കർത്താവായ ദൈവം ഇവർക്ക് എല്ലാം കൊടുക്കുന്നുണ്ട്. എന്നിട്ടും അവർ വേറൊരു രാജാവിന് വേണ്ടി മുറവിളി കൂട്ടുകയാണ്, ശാഠ്യം പിടിക്കുകയാണ്. എന്നാലും സ്നേഹസ്വരൂപനായ ദൈവം, അത്രയും ഇഷ്ടമാണ് ഇസ്രായേൽ ജനത്തിന് ദൈവത്തിന്. നമ്മളെയും അതുപോലെ തന്നെയാണ് കേട്ടോ. അത്രയും ഇഷ്ടം. സ്വന്തം ജനം എന്നല്ലേ ദൈവം പറയുന്നത് നമ്മളെ ഇസ്രായേൽ ജനത്തിന്. അങ്ങനെ ഇസ്രായേൽ ജനത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എന്നും ദൈവത്തിന് ഇഷ്ടമായിരുന്നു. ആദ്യമൊക്കെ ഒരു വിഷമം തോന്നുമെങ്കിലും, നമ്മൾ മാതാപിതാക്കന്മാരും അങ്ങനെയാണല്ലേ, ആദ്യമൊക്കെ ഒരു വിഷമമൊക്കെ കാണിക്കുമെങ്കിലും നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി നമുക്ക് അവരത് കൊണ്ട് പറ്റുന്ന വിധത്തിൽ സാധിച്ചു തരും. അതുപോലെ ഒരു സ്നേഹസമ്പന്നനായ ഒരു ദൈവം തന്നെയാണ് നമുക്കുള്ളത്. അപ്പോൾ തങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് ജനങ്ങൾ വാശി പിടിക്കുമ്പോൾ ദൈവം എന്താണ് പറയുന്നത്? സാമുവേലിന്റെ 1-ാം പുസ്തകം 8-ാം അധ്യായത്തില് ദൈവം പറയുന്ന വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് നമുക്ക് നോക്കാം. ജനങ്ങൾ പറയുന്നത് കേൾക്കുക. അവർ നിന്നെയല്ല തങ്ങളുടെ ദൈവമായ എന്നെയാണ് തിരസ്കരിക്കുന്നത്. വീണ്ടും ദൈവം പറയുന്നു, അവരുടെ വാക്കനുസരിച്ച് അവർക്കൊരു രാജാവിനെ വാഴിച്ചു കൊടുക്കുക. ഈ 2 വാക്യങ്ങളാണ് കർത്താവ് പറയുന്നത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. ഒന്നുകൂടെ പറയട്ടെ. ജനങ്ങൾ പറയുന്നത്
കേൾക്കുക. അവർ നിന്നെയല്ല, താങ്കളുടെ ദൈവമായ എന്നെയാണ് തിരസ്കരിക്കുന്നത് അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്നത്, വേണ്ടെന്ന് പറയുന്നത്. അവരുടെ വാക്കനുസരിച്ച് അവർക്കൊരു രാജാവിനെ വാഴിച്ചു കൊടുക്കുക. ഇത് കേട്ട് സാമുവേൽ എന്താ ചെയ്യുന്നത്? കർത്താവിന്റെ സഹായത്തോടെ ഒരു രാജാവിനെ കണ്ടെത്തുകയാണ്. ആ രാജാവിന്റെ പേരെന്താണെന്നറിയോ? സാവൂൾ. അങ്ങനെ ഇസ്രായേൽ ജനത്തിന്റെ ആദ്യത്തെ രാജാവാണ് ആര്? സാവൂൾ. സാവൂളിനെ രാജാവായിട്ട് സാമുവേൽ കർത്താവിന്റെ നിർദ്ദേശപ്രകാരം അവരോധിക്കുകയാണ്. സാവൂൾ കുറേ നാള് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഒക്കെ ജീവിച്ചു, ദൈവകൽപ്പനകളും പാലിച്ചു. പക്ഷേ കുറെ നാള് കഴിഞ്ഞ് എന്ത് ചെയ്തു? ദൈവകൽപ്പനകൾ ലംഘിച്ചു. ദൈവ ഇഷ്ടത്തിന് എതിരായിട്ട് സാവൂൾ പ്രവർത്തിക്കുകയാണ്. അപ്പൊ വീണ്ടും സാമുവേലിന് വിഷമമായി. സാമുവേൽ എന്ത് ചെയ്തു? കർത്താവിന്റെ അടുത്ത് ചെന്നു. വീണ്ടും പറയുകയാണ്, ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, സൗൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. കർത്താവ് അറിയുന്നുണ്ട്. അപ്പൊ കർത്താവ് എന്ത് പറയുന്നു? സാമുവേലിനോട് വേറൊരു രാജാവിനെ കണ്ടെത്താൻ പറയുകയാണ്. അങ്ങനെ സാമുവേൽ കണ്ടെത്തുന്ന രാജാവാണ് ആര്? ദാവീദ് രാജാവ്. അപ്പോ സൗൾ രാജാവിന് ശേഷം ഇസ്രായേൽ ജനത്തിനെ ഭരിക്കുന്ന രാജാവാണ് ആര്? ദാവീദ് രാജാവ്. ദാവീദ് രാജാവിന്റെ കാര്യങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം, അല്ലേ മക്കളെ? അപ്പൊ നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിച്ചില്ലേ? ആദ്യം മോശ ഇസ്രായേൽ ജനത്തിനെ നയിച്ചു എന്ന് പഠിച്ചു. പിന്നെ ജോഷുവയാണ് നയിച്ചതെന്ന് പഠിച്ചു. ജോഷുവയ്ക്ക് ശേഷം ന്യായാധിപന്മാർ നയിച്ചു. ഇതിൽ പ്രമുഖരായ 5 ന്യായാധിപന്മാർ ആരൊക്കെയാണ് മക്കളെ? പറഞ്ഞേ. ദെബോറ, ഗിദെയോൻ, ജെഫ്ത, സാംസൺ, സാമുവേൽ. അവസാനത്തെ ന്യായാധിപൻ ആരായിരുന്നു? സാമുവേൽ. സാമുവേലിന് ശേഷം പിന്നെ സാവൂൾ രാജാവ് ഇസ്രായേൽ ഭരണം ഏറ്റെടുക്കുകയാണ്. ആദ്യത്തെ രാജാവ് ആരായിരുന്നു? സൗൾ. സാവൂളിന് ശേഷമാണ് ആര് വരുന്നത്? ദാവീദ് രാജാവ്. ഇത്രയും നമ്മൾ പഠിച്ചില്ലേ? ശരി, ഇനി നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ടീച്ചർ തരാൻ പോവുകയാണ്. എന്താണെന്നറിയോ? ഇപ്പൊ നിങ്ങൾ ഈ രാജാക്കന്മാരെ എല്ലാം കണ്ടില്ലേ? ഒരു ക്വാളിറ്റീസ് ഒക്കെ ടീച്ചർ ഈ ക്ലാസ്സിൻ്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു. നിങ്ങളെയാണ് ഇസ്രായേൽ ജനത്തിനെ ഏൽപ്പിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദൈവജനത്തിനെ ദൈവം ഏൽപ്പിക്കുകയാണെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് നിങ്ങൾക്ക് വേണം? ഇത് നിങ്ങൾ ഒരു പേപ്പറിൽ 1 by 1 ആയിട്ട് എഴുതും. നിങ്ങൾക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ദൈവജനത്തിനെ നയിക്കാൻ ഒരു ലീഡർക്ക് വേണ്ട ക്വാളിറ്റീസ്, ഗുണങ്ങൾ നിങ്ങളൊരു പേപ്പറിൽ എഴുതി നിങ്ങൾ ടീച്ചറിനെ വാട്സപ്പ് ചെയ്യും. സമ്മതിച്ചോ? ശരി, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നിർത്താം. ഓക്കെ, ഒരു പ്രാർത്ഥനയോടെ നമുക്ക് അവസാനിപ്പിക്കാം. സ്നേഹനിധിയായ പിതാവേ, ഞങ്ങളിന്ന് കേട്ട കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ.